അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. തിരിച്ചു ചെന്ന് നമുക്ക് എവിടെയെങ്കിലും ബെറ്റർ ട്രീറ്റ്മെന്റ് നോക്കാം. ചികിത്സയല്ല, ചെയ്തു പോയ തെറ്റുകൾക്ക് ദേവിയോടുള്ള പ്രായശ്ചിത്തവും പ്രാർത്ഥനയോ ഇതിനുള്ള പരിഹാരം. അതുകൊണ്ട് അവൾക്കിനി അവളുടെ സംസാരശേഷി തിരിച്ചു കിട്ടും. സംസാരശേഷിയല്ലേ പോയുള്ളൂ. ഇനി പോകാൻ പോകുന്നത് സ്വന്തം ജീവനാണെന്ന് അമ്മയ്ക്കും മോൾക്കും മനസ്സിലായിട്ടില്ല. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാ. ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പോവാനാ? നിങ്ങൾ പോയി സമാധാനത്തിൽ തൊഴുതിട്ട് വാ. പിള്ളേരെ കാര്യം ഞാൻ നോക്കിയോളാം. ആ അതെ, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്റെ മണിക്കുട്ടനും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അതെന്ത് പറച്ചില്ല മഹിമേ, അവന്റെ കാര്യം ഞാൻ ദേവിയോട് പറയാതിരിക്കോ? അതല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ പോയിട്ട് വരാം. അതെ, എന്തായാലും ശിവപ്രിയ മോൾക്ക് അധികനാൾ ആയുസില്ലല്ലോ. അവളുടെ ഹൃദയം മണിക്കുട്ടന് മാറ്റിവെക്കാൻ പറ്റിയാൽ. മഹിമേ, നിങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ആർക്കായാലും ഇത് കേൾക്കുമ്പോ ദേഷ്യം വരും. പക്ഷേ സത്യം എന്താണെന്ന് നമുക്കറിയാലോ. ശിവപ്രിയ മോളുടെ മരണത്തിന് ശേഷവും അവളുടെ ഹൃദയം മണിക്കുട്ടനിലൂടെ ഇടിക്കുന്നു എന്ന് അറിയുമ്പോ നമുക്കത് സമാധാനം തരുന്ന കാര്യമല്ലേ? പ്രത്യക്ഷത്തിൽ മോള് മരിച്ചതായിട്ട് നമുക്ക് തോന്നിയില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? അവളുടെ ആയുസ് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താനാ ഞാൻ ഈ കണ്ട വ്രതവും നേർച്ചയൊക്കെ നേർന്ന് നടക്കുന്നത്. ശരിയാ, അവളുടെ ജാതക പ്രകാരം എന്റെ മോൾക്കിനി അധികം ആയുസില്ല. പക്ഷേ അവള് മരിക്കുന്നതിന് മുമ്പ് അവളുടെ ഹൃദയത്തിന് വേണ്ടി നീ ഇങ്ങനെ മുറവിളി കൂട്ടല്ലേ മഹിമേ? എത്രയൊക്കെയായാലും ഞാനൊരു അച്ഛനല്ലേ? ഞാനൊരു അമ്മയുമാ. എന്റെ കുഞ്ഞിന്റെ ജീവൻ എനിക്കും വിലപ്പെട്ടതാ. എന്തായാലും മരിക്കുന്ന ഉറപ്പുള്ള കുട്ടിയല്ലേ ശിവപ്രിയ. അവള് മരിക്കുന്നതിന് മുമ്പ് ആ ഹൃദയം നമുക്ക്. മതി, നിർത്ത്. ഇനി അതിനെക്കുറിച്ച് ഒരക്ഷരം സംസാരിച്ചു പോരുത്. മണിക്കുട്ടന് വേണ്ടിയുള്ള നിന്റെ ഈ പ്രാർത്ഥനയും മുറവിളിയും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന് എന്റെ മോളുടെ മരണത്തിന് വേണ്ടി നീ കാത്തിരിക്കരുത്. എന്റെ ദേവി, എന്തൊക്കെ ഈ ജന്മത്തിന് കേൾക്കണം? എന്റെ കുട്ടിയുടെ മരണത്തിന് വേണ്ടി വീട്ടിലുള്ളവർ തന്നെയാണല്ലോ ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്. വല്ലാത്തൊരു പരീക്ഷണം തന്നെ. നല്ല കാര്യം പറഞ്ഞാ അയാൾക്കത് മനസ്സിലാവില്ല. എന്തൊക്കെയായാലും അവള് മരിക്കാൻ പോവാ. അതിനു മുമ്പ് ആ ഹൃദയം കൊണ്ട് എന്റെ മോന്റെ ജീവൻ പിടിച്ചു നിർത്താൻ നോക്കണെന്ന് പറഞ്ഞപ്പോ വലിയ കുറവായിപ്പോയി. എല്ലാരും എന്റെ 9ാമത്തെ വയസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്കറിയില്ലായിരുന്നു 9ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോകുന്നു. ആരും എന്നോടൊന്നും പറഞ്ഞില്ല. അച്ഛനും പറഞ്ഞില്ല, ഡോക്ടറും പറഞ്ഞില്ല, വിദ്യാമ്മ പോലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എനിക്കും ഈ വലിയ അസുഖമാണെന്ന് അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ ശിവക്കുട്ടി. ഹൃദയം മാറ്റിവെക്കുന്നതൊക്കെ വലിയ അസുഖം വരുമ്പോഴല്ലേ. മണിച്ചേട്ടൻ വിഷമിക്കണ്ട. മണിച്ചേട്ടന് ഒരു കുഴപ്പവും വരില്ല.